കളിക്കളം വേണമെന്ന് പഞ്ചായത്ത് അധികാരികളോട് പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം പറ്റി. നിവേദനങ്ങൾ എഴുതി കൈക്കുഴ തേഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, സ്വന്തമായി ഗ്രൗണ്ട് കണ്ടെത്താൻ തീരുമാനിച്ചു. അങ്ങനെ 45 സെന്റിൽ കളിക്കളം സെറ്റായി. കൊല്ലം അഞ്ചൽ ഇടയത്താണ് ഭൂമി പാട്ടത്തിനെടുത്തത്. JCB ഉപയോഗിച്ച് ഗ്രൗണ്ട് വൃത്തിയാക്കി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു അക്കാഡമി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് സൗജന്യമായിരിക്കും. എല്ലാവർക്കും ഇവിടെ വന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു കായിക പരിശീലനത്തിനുള്ള ആൾക്കാരെ ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഒരു മല്ലു സോൾജിയേഴ്സിനെ അവരോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരും വന്ന് നമുക്കൊരു കോച്ചിങ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് മികച്ച വോളിബോൾ ടീം പ്രദേശത്തുണ്ടായിരുന്നു. കാലക്രമേണ ടീമിന്റെ ശക്തി നഷ്ടമായി. ആ പ്രതാപം തിരിച്ചുപിടിക്കുക കൂടിയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ക്രിക്കറ്റും ഫുട്ബോളും ബാഡ്മിന്റണും എന്ന് വേണ്ട എല്ലാത്തരം കായിക ഇനങ്ങൾക്കുമുള്ള ഇടം കൂടി ഇവിടെയുണ്ട്. ഒപ്പം ലഹരിയുടെ കരങ്ങളിൽ നിന്ന് യുവതയെ രക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. പുതിയ തലമുറ മൊബൈൽ സ്ക്രീനുകളിൽ ഒതുങ്ങിപ്പോയി വീടിനുള്ളിൽ തന്നെ അകപ്പെട്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റു പല ലഹരിയുടെയും മറ്റ് പല ലഹരിയുടെയും പിടിയിൽപ്പെട്ടു പോവുകയും അതായത് ജനസമൂഹത്തോട് സൊസൈറ്റിയോട് ഒരു പ്രതിബദ്ധതയില്ലാത്തൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും പൊതു ഇടങ്ങളിലേക്ക് അവരെ എത്തിക്കുക എന്ന രീതിയിൽ, അതായത് വരും തലമുറയ്ക്ക് ഒരു മാതൃക എന്ന രീതിയിൽ ഇവിടെയുള്ള കുട്ടികളെയൊക്കെ വാർത്തെടുക്കുക, അതോടൊപ്പം തന്നെ അവരുടെ മാനസിക കായിക ശേഷി ഉണർത്തുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേനാ വിഭാഗങ്ങളിൽ ജോലി തരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകാനുള്ള പദ്ധതികളും ഇവർ ആവിഷ്കരിക്കുന്നു. പോലീസിൽ അതുപോലെ പട്ടാളത്തിൽ കായികക്ഷമത പരിശീലനത്തിന് വേണ്ടി നമ്മളിവിടെ ഒരു പ്രാക്ടീസിന് വേണ്ടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുതന്നെ ഫുട്ബോള്, വോളിബോള്, ക്രിക്കറ്റ്, ഷട്ടിൽ എന്നിവയും ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മികച്ച കായിക സംസ്കാരം വളർത്തി മികച്ച ജനതയെ വാർത്തെടുക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഈ കൂട്ടായ്മ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. അടുത്തിടെ ഇറങ്ങിയ സിനിമ വാഴ 2 ഈ കളിക്കളങ്ങൾ ഇല്ലാതാവുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ് അല്ലേ. ഈ കളിക്കളങ്ങളിൽ മറ്റ് പരിപാടികളൊക്കെ നടന്ന് അപ്പോൾ കുട്ടികൾക്കും ആർക്കും അവിടെ കളിക്കാൻ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് യുവാക്കളൊക്കെ പിന്നീട് ലഹരിയിലേക്കൊക്കെ വഴിതെറ്റി പോകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിനിമകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അവിടെയാണ് പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാതെ ഒരു ഇടത്ത് യുവാക്കൾ ചേർന്ന് ഇങ്ങനെ ഒരു 45 സെന്റ് പുരയിടം എടുത്ത് വാടകയ്ക്ക് എടുത്ത് അവിടെ ഒരു കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൻ നായർ നമുക്കൊപ്പം ചേർന്നു ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ. കണ്ണൻ, ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, നല്ലൊരു ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയുടെ മുന്നിലുള്ളത്. അവരത് ചെയ്തെടുത്തതിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഒരു സിനിമയിൽ നടൻ സിദ്ദിഖ് പറയുന്ന ഒരു ഡയലോഗുണ്ട്: കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമാവുമെന്ന്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അഞ്ചലിൽ നടന്നത്. കാര്യം വളരെയേറെ കാലമായി ആ പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു സൗകര്യം ഒരുക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ തന്നെ പലകുറി ആവശ്യപ്പെട്ടതാണ്. അവരോടൊക്കെ തന്നെ നിവേദനങ്ങൾ എഴുതി ഈ യുവാക്കളുടെ കൈക്കുഴ തേഞ്ഞതല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായില്ല. പരാതികൾ പറഞ്ഞു, ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ തൊണ്ടയിലെ വെള്ളം പറ്റിയതല്ലാതെ മറ്റൊരു നടപടി ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ട് നമുക്കൊരു സ്വന്തമായ ഒരു ഗ്രൗണ്ട് തയ്യാറാക്കിക്കൂടാ എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരു കൂട്ടം യുവാക്കൾ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഒരു പറമ്പ് കണ്ടെത്തുന്നു. ഒരു 45 സെന്റ് ഭൂമിയാണ്. അതൊരു റിട്ടയർഡ് അധ്യാപകൻ്റെ ഭൂമിയായിരുന്നു. പക്ഷേ ആ അധ്യാപകനോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം നൽകാൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണത്തിന് വേണ്ടിയാണ് ആ സ്ഥലം വിട്ടു നൽകണമെന്ന് പറഞ്ഞു. നല്ല മനസ്സോടെ, തുറന്ന മനസ്സോടു കൂടി അദ്ദേഹം ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായെന്നുള്ളതാണ്. അധ്യാപകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളർന്നു വരുന്ന തലമുറയെ എങ്ങനെ വാർത്തെടുക്കണമെന്ന് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായത്. അങ്ങനെ ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന മറ്റ് ഈ ചെറിയ പുൽച്ചെടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ എടുത്തു മാറ്റി JCB ഉപയോഗിച്ച് ആ പുരയിടം വൃത്തിയാക്കി ഒരു ഗ്രൗണ്ടിൻ്റെ രീതിയിലേക്ക് എത്തിച്ചു. അവിടെ ഇപ്പോൾ ഫുട്ബോളുണ്ട്, ക്രിക്കറ്റുണ്ട്, വോളിബോളുണ്ട്, എല്ലാത്തരം കളികളുമുണ്ട്. അങ്ങനെ ഒരു അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആ ഗ്രൗണ്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത. അത് ആ നാട്ടുകാർ, അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരു കൈകളും നീട്ടിയാണ് ആ ഒരു തീരുമാനത്തെ, അവരുടെ ഈ കൂട്ടായ്മയുടെ ആ ഒരു നല്ല പ്രവൃത്തിയെ ഏറ്റെടുത്ത് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ കുട്ടികളൊക്കെ തന്നെ ആ ഗ്രൗണ്ടിലേക്ക് എത്തുകയും രാവിലെയും വൈകിട്ടും ഒക്കെ തന്നെ എത്തി അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയും
വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് പലപ്പോഴും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മൊബൈലിനൊക്കെ അഡിക്റ്റായി പോകാറുണ്ട്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാകാറുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഈ ലഹരിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി കൂടെയാണ്. കായിക മേഖലയിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് ഈ കായിക മേഖലയിലേക്ക് തിരിയുകയും അല്ലെങ്കിൽ പഠനത്തിനൊപ്പം കായിക മേഖലയിൽ കൂടി മികച്ച ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കായിക മേഖലയിലെ പുതിയ താരങ്ങൾ. നേരത്തെ അവിടെ ഒരു നല്ല വോളിബോൾ ടീം ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലൊരു മികച്ച വോളിബോൾ ടീമും ക്രിക്കറ്റ് ടീമും ഫുട്ബോൾ ടീമും ബാഡ്മിൻ്റൺ ടീമും ഒക്കെ തന്നെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒപ്പം തന്നെ ഈ ഒരു തൊഴിൽ നൽകുന്ന ഒരു കേന്ദ്രം കൂടിയായി ഈ മേഖല, ഈ ഗ്രൗണ്ട് മാറുകയാണ്. കാര്യം പോലീസിലേക്കും ഫയർഫോഴ്സിലേക്കും ആർമിയിലേക്കും ഒക്കെ തന്നെ ഉദ്യോഗം നേടാൻ വേണ്ടി ഉള്ള ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് അവരുടെ കായികക്ഷമത മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശീലനം നൽകാൻ പോലും ഉള്ള അങ്ങനെയുള്ള ലക്ഷ്യങ്ങളും അവരുടെ മുന്നിലുണ്ട്. എന്തായാലും കണ്ണൻ, ഇതൊരു നല്ല തീരുമാനം തന്നെയാണ്. പലപ്പോഴും കുട്ടികളുടെ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു ആശ്വാസമാകുന്നതും ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളൊക്കെ തന്നെയാണ് അല്ലേ. കുട്ടികൾ കളിച്ചു വളരട്ടെ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒത്തിരി ഗ്രൗണ്ടുകൾ, കളിക്കളങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം.